6 മാസമായി മാതൃയാനം പദ്ധതിക്ക് പണം നൽകിയില്ല. സർവീസ് അവസാനിപ്പിച്ച് ഡ്രൈവർമാർ. പൊന്നാനി മാതൃശിശു ആശുപത്രിയിലാണ് മാതൃയാനം പദ്ധതി നിലച്ചത്. ഏവർക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. ഗർഭിണികൾക്ക് മികച്ച പരിചരണവും സുഖപ്രസവവും ഉറപ്പാക്കി അമ്മയെയും കുഞ്ഞിനെയും സുരക്ഷിതമായി വീട്ടിലെത്തിക്കുന്ന മാതൃയാനം പദ്ധതി അവതാളത്തിലായി. കഴിഞ്ഞ 9 മാസമായി പദ്ധതിക്ക് കരാറെടുത്ത ഡ്രൈവർമാർക്ക് പണം നൽകാൻ കഴിയാതായതോടെ സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണ്. ദേശീയ നഗരാരോഗ്യ ദൗത്യം വഴിയാണ് മാതൃയാനം പദ്ധതിക്ക് ഫണ്ട് അനുവദിച്ചിരുന്നത്. എന്നാൽ സമയബന്ധിതമായി NHM ഫണ്ട് നൽകാതിരുന്നതോടെയാണ് പദ്ധതി അവതാളത്തിലായത്. 1 കിലോമീറ്റർ ദൂരത്തിന് 35 രൂപ നിരക്കിലാണ് ഡ്രൈവർമാർക്ക് നൽകിയിരുന്നത്. പ്രതിമാസം ശരാശരി 1 ലക്ഷത്തോളം രൂപയാണ് പൊന്നാനി മാതൃശിശു ആശുപത്രി വഴി മാതൃയാനം പദ്ധതിക്കായി നൽകിയിരുന്നത്. ജില്ലയിൽ പൊന്നാനി മാതൃശിശു ആശുപത്രിയിലാണ് ഈ പദ്ധതി ആദ്യമായി തുടങ്ങിയത്. 2019 ആരംഭിച്ച പദ്ധതി സാധാരണക്കാർക്ക് ഏറെ ഉപകാരപ്രദമായിരുന്നു. അമ്മയും കുഞ്ഞും പദ്ധതിയുടെ തുടർച്ചയായാണ് മാതൃയാനം പദ്ധതി ആവിഷ്കരിച്ചത്. അമ്മയും കുഞ്ഞും പദ്ധതിയിൽ പ്രസവശേഷം വീട്ടിലേക്ക് മടങ്ങുന്ന അമ്മമാർക്ക് യാത്രയ്ക്ക് 500 രൂപ നൽകിയിരുന്നു. ഇത് ദീർഘദൂര യാത്രയ്ക്ക് പലപ്പോഴും തികഞ്ഞിരുന്നില്ല. ഇതോടെയാണ് മാതൃയാനം പദ്ധതിയിൽ യാത്രയ്ക്ക് ടാക്സി വാഹനം ഏർപ്പാടാക്കാൻ തീരുമാനിച്ചത്. അതേസമയം വിഷയം ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും 2 ആഴ്ചക്കകം പണം അനുവദിക്കുന്നതിന് സംവിധാനം ഒരുക്കുമെന്നും മാതൃശിശു ആശുപത്രി സൂപ്രണ്ട് ശ്രീജ പറഞ്ഞു. മാതൃയാനം പദ്ധതി മുടങ്ങിയതിൽ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയും രംഗത്ത് വന്നു. പൊന്നാനി മാതൃശിശു ആശുപത്രിയിൽ അമ്മയ്ക്കും കുട്ടിക്കും യാത്രാ സൗകര്യം ഒരുക്കിയിരുന്ന പദ്ധതിയാണ് അധികാരികളുടെ അലംഭാവം മൂലം നിർത്തിവെച്ചിരിക്കുന്നത്. കരാർ ഏറ്റെടുത്തിരിക്കുന്ന ഏജൻസിക്ക് 8 മാസമായി തുക അനുവദിക്കുന്നില്ലെന്നും 9 മാസത്തിനിടയിൽ 1 മാസത്തെ തുക മാത്രമാണ് നൽകിയതെന്നും മുസ്ലിം ലീഗ് നേതൃത്വം പറഞ്ഞു. പൊന്നാനിയിലെ മാതൃശിശു ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങളും പരാതികളും ഉയർന്നു വരികയാണ്. ഏറ്റവും ഒടുവിൽ മാതൃയാനം എന്ന ഏറ്റവും ആളുകൾക്ക് ആശ്വാസകരമായ ഒരു പദ്ധതിയുണ്ട്. ഇവിടെ പ്രസവിച്ച സഹോദരിമാർക്ക് വീടുകളിൽ കൊണ്ടുപോയി സൗജന്യമായി നൽകുന്ന വാഹന സൗകര്യം നൽകുന്ന പദ്ധതിയാണ് മാതൃയാനം പദ്ധതി. ഈ മാതൃയാനം പദ്ധതിയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി അതിൻ്റെ സർവീസ് വാഹനം കൊണ്ടുപോയി വിടുന്ന സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണ്. 8 മാസമായി അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തികം ലഭിക്കുന്നില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് കാർ ഡ്രൈവർമാർ തങ്ങളുടെ ജോലി നിർത്തിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ ചേർന്ന HMC യോഗത്തിൽ ഇത് സംബന്ധിച്ച് ഞങ്ങൾ ചോദ്യം ഉന്നയിച്ച അപ്പോൾ ഇതിൻ്റെ എല്ലാ നടപടികളും പൂർത്തീകരിച്ചു. അടുത്ത ദിവസം ഫണ്ട് കൈമാറുമെന്നായിരുന്നു അന്ന് കൃത്യമായി അന്നത്തെ ചെയർമാൻ്റെ നേതൃത്വത്തിലുള്ള യോഗത്തിൽ പറഞ്ഞത്. എന്നാൽ ഇതുവരെയായിട്ടും 9 മാസമായി നടത്തുന്ന സർവീസിൽ 1 മാസം മാത്രമാണ് ഇവർക്ക് പണം കിട്ടിയിട്ടുള്ളത്. ഇത് കടുത്ത അനാസ്ഥയാണ്. പൊന്നാനി നഗരസഭാ ഭരണസമിതിയുടെ ഒരു വീഴ്ചയായിട്ടാണ് ഇത് കാണുന്നത്. ഒരാഴ്ചക്കകം പ്രശ്നത്തിന് പരിഹാരമാകാത്ത പക്ഷം മുസ്ലിം ലീഗ് പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുന്നിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നും ലീഗ് നേതൃത്വം വിശദീകരിച്ചു.